ഏതോ സ്വപ്നത്തിൽ അങ്ങനെ ലയിച്ചു നിൽക്കുക. നീ നിൽക്ക്. ഇന്നെങ്കിലും എനിക്ക് ഇന്ദ്രജയുടെ ഒരു കൺഗ്രാജുലേഷൻ കേൾക്കണം. അവളുടെ ഭർത്താവിൻ്റെ ബുദ്ധിയിൽ അവൾ അഭിമാനിക്കണം. ഇത് വിജയെ കൊണ്ട് മാത്രമേ പറ്റൂവെന്ന് അവൾ പറയണം. അതിനൊരു വഴി എൻ്റെ കയ്യിലുണ്ട്. ഇതിവിടെ വലിച്ചു കെട്ടിയ ഡ്രസ്സുമായിട്ട് ഇറങ്ങി വരുന്ന ഒരുത്തിക്ക് കാണാൻ പറ്റില്ല. ഇതിൽ കാലുടക്കി കഴിഞ്ഞാൽ അവൾ തലയടിച്ച് താഴെ വീഴും. അവൾ നിലവിളിക്കും. ഇന്ദ്രജ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇന്നു മുതൽ ഇന്ദ്രജ പറയും, കഴിവ് കെട്ടവനല്ല, കഴിവുള്ളവനാണ് എൻ്റെ ഭർത്താവെന്ന്. നിന്റെ അവസാനത്തെ തുണി കഴുകലാടി. ഇങ്ങനെ കെട്ടാം. എവിടെ കെട്ടാൻ? ഇവിടെ കെട്ടാം. ഇവിടെ കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇതിന്റെ ബാക്കി അവിടെ കെട്ടാം. ഓക്കെ. ഇങ്ങനെ ഒന്ന് വഴിയിലുണ്ടെന്ന് ഒരു കാരണവശാലും അവൾക്ക് മനസ്സിലാവില്ല. ഇവള് പെട്ടിരിക്കും, വീണിരിക്കും. ഇന്ദ്രജ, നിന്റെ ഭർത്താവ് നിസ്സാരക്കാരനല്ല. ഹീസ് നമ്പർ 1. നീ നമ്പർ 0. അയ്യോ, ഞാനിപ്പോ 0 ആയേനെ. ഇന്ദ്രജേ, വിജയ് എവിടെ പോയിരുന്നേ? അതെ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇതിനിടയ്ക്ക് വിജയ്ക്ക് പ്രത്യേകിച്ച് എന്താ തിരക്ക്? എന്റെ ഭാര്യ എന്നോടൊരാഗ്രഹം പറഞ്ഞു. അവളുടെ ഒരു ശത്രു വീഴണം, അവള് കരയണം. അത് കേട്ട് എന്റെ ഭാര്യയ്ക്കൊന്ന് സന്തോഷിക്കണം.
ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് അത് നിറവേറ്റി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? അല്ലേ ഇന്ദ്രജെ? വിജയ് ആരാണെന്ന് താൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. താനേ ഈ കാതും കൂർപ്പിച്ചു നിന്നോ. നന്ദിനിയുടെ അലർച്ച തനിക്കിപ്പോ കേൾക്കാം. എന്താ വിജയ്, എന്താ ചെയ്തിരിക്കുന്നത്? നന്ദിനി ഇപ്പൊ ടെറസിലുണ്ട്. സൂര്യയുടെ ഡ്രസ്സുകൾ എടുത്തോണ്ടിരിക്കുക. നന്ദിനി ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു നേർത്ത കമ്പി ഞാനിങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. നേരെ നോക്കി നടന്നാൽ പോലും അതൊരാൾക്ക് കാണാൻ പറ്റില്ല. ഡ്രസ് മുഴുവൻ കയ്യിലെടുത്ത് ഇങ്ങനെ വരുമ്പോൾ നന്ദിനി അത് ഒട്ടും ശ്രദ്ധിക്കാനും പോകുന്നില്ല. നന്ദിനി ഇങ്ങനെ വരുന്നു, ആ കമ്പിയിൽ തട്ടുന്നു, കറങ്ങി അടിച്ച് മലന്നടിച്ച് വീഴുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ അവളുടെ തല തറയിൽ ഇടിച്ചിരിക്കും. മൂക്കതേ ഇങ്ങനെ. എന്തോ എനിക്കിതിൽ അത്ര വിശ്വാസം പോരാ. വിശ്വാസമില്ലേ? വിശ്വസിക്കണമെന്ന് ഞാൻ നിന്നെ നിർബന്ധിച്ചില്ലല്ലോ. പക്ഷേ താൻ ആഗ്രഹിക്കുന്നത് പോലെ നന്ദിനി വീണാൽ എനിക്കെന്ത് തരും? വേറൊന്നും വേണ്ട, അവളുടെ ഒരു കരച്ചില് കേട്ടാ മതി എനിക്ക്. പിന്നെ ഇന്നത്തെ ദിവസം വിജയ് എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തന്നിരിക്കും. ഇന്ദ്രജെ, പിന്നെ വാക്ക് മാറരുത്. വാക്ക് മാറില്ല വിജയ്. ഏതെങ്കിലും ഹോട്ടലിൽ ഡിന്നറിന് പോണോ? ആരോ? അതോ നമുക്കൊന്നിച്ച് യാത്ര പോണോ? അതല്ല, എന്തിനും ഞാൻ റെഡിയാ. പക്ഷേ നന്ദിനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ, നന്ദിനിക്കൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ സൂര്യനുണ്ടല്ലോ, അത് കിഴക്കുതിക്കാതിരിക്കണം. ഇതുവരെ ചെയ്തതുപോലെ അല്ല ഇന്ദ്രജെ തന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തത്. I am going to prove that I am your perfect husband. Okay? എന്റെ ഇംഗ്ലീഷ് ഓക്കെ അല്ലേ? ഇന്ന് നന്ദിനി അതിൽ തട്ടി വീണ ഇനി ഒരിക്കലും വിജയെ ഞാൻ മണ്ടനെന്ന് വിളിക്കൂല. ചുറ്റും കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ വിജയാണെന്ന്. ദൈവമേ, ഒരു കമ്പിക്കഷ്ണത്തിന് ഇത്രയും വിലയുണ്ടോന്ന് ഇപ്പോഴാ മനസ്സിലാക്കിയത്. പുരുഷന്മാർ അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ കണ്ടെത്തുന്ന വിചിത്രമായ വഴികൾ. ഓക്കെ ഇന്ദ്രജി, താനേ തന്റെ രണ്ട് കാതും കൂർപ്പിച്ചു വെച്ചോ. ഇപ്പൊ കേക്കാം മൂക്കിടിച്ച് താഴെ വീണ് അവളുടെ നിലവിളി. അയ്യോന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്